ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ നമസ്തേ. നമ്മളിന്ന് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലാണുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മുട്ടിറക്കലാണ്. ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം. എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ കാണുക, ദേവിയുടെ അനുഗ്രഹം വാങ്ങുക. എല്ലാവരും വരണം. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പിന്നെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. കാടാമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കലിനടുത്താണ് കാടാമ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപതാസ്ത്രം നേടിയെടുക്കുവാൻ വേണ്ടി അർജുനൻ കൊടുങ്കാട്ടിൽ തപസ്സിന് പോവുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞ ദുര്യോധനൻ മൂകാസുരൻ എന്ന് പറയുന്ന അസുരനെ പന്നിയുടെ രൂപത്തിൽ അർജുനന്റെ തപസ്സിളക്കുവാൻ വേണ്ടി അയക്കുകയുണ്ടായി. ഈ പന്നി പാഞ്ഞു വരുന്നത് കണ്ട് അർജുനൻ വില്ല് കുലച്ച് പന്നിയുടെ നേർക്ക് അയച്ചു. അതേപോലെ തന്നെ വേടൻ ഈ പന്നിയുടെ നേർക്ക് ശരമയക്കുകയും ചെയ്തു. ഈ രണ്ട് ശരങ്ങളും കൊണ്ട് പന്നി അവിടെ പിടഞ്ഞു വീഴുകയും ആ പന്നിയെ താനാണ് വധിച്ചത് എന്നുള്ള ഒരു തർക്കം ഈ വേടനും അർജുനനും തമ്മിലുണ്ടായി. ആ വേടനോടൊപ്പം നായാട്ടിനായി വേടത്തിയും ഉണ്ടായിരുന്നു. തർക്കം മൂത്തപ്പോൾ അർജുനനും വേടനും തമ്മിൽ യുദ്ധമായി. വിവിധ ആയുധങ്ങൾ പരീക്ഷിച്ചു. ഒരു നിവർത്തിയും ഇല്ലാത്ത അവസ്ഥയായി അർജുനന്. വീണ്ടും ശക്തമായ രീതിയിൽ യുദ്ധം ചെയ്തപ്പോൾ വേടന്റെ ദേഹത്ത് അമ്പുകൾ കൊണ്ട് മുറിയുവാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന വേടത്തി അർജുനനെ ശപിച്ചു. തന്റെ ഭർത്താവിന്റെ ദേഹത്തേക്ക് വരുന്ന അമ്പുകൾ പുഷ്പസമാനങ്ങളായി മാറട്ടെ എന്നായിരുന്നു ആ ശാപം. പിന്നീട് അർജുനൻ എയ്ത അസ്ത്രങ്ങളൊക്കെയും പുഷ്പങ്ങളായി തന്നെ ആ വേടന്റെ ശരീരത്തിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ടുനിന്ന അർജുനന് കാര്യം മനസ്സിലായി. ഇത് വേടനൊന്നുമല്ല, മറ്റാരോ ആണെന്നുള്ളത്. അങ്ങനെ ഓടിച്ചെന്ന് ആ കാൽക്കൽ വീഴുകയുണ്ടായി. അത് സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും ആയിരുന്നു. അർജുനന്റെ അഹങ്കാരം എങ്ങനെയാണെന്ന് അറിഞ്ഞ് അർജുന അഹങ്കാരമുണ്ടോ എന്നുള്ളത് അറിയുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് സാക്ഷാൽ മഹാദേവൻ വേടനായും പാർവതീദേവി വേടത്തിയായും അവിടെ എത്തിയത്. അർജുനന്റെ തപസ്സിനെയും ഭക്തിയെയും അംഗീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ശസ്ത്രാസ്ത്രങ്ങളിൽ അർജുനനുള്ള മികവ് മനസ്സിലാക്കിക്കൊണ്ടും ഭഗവാൻ പാശുപതാസ്ത്രം അർജുനന് നൽകി അനുഗ്രഹിച്ചു. ആ സ്ഥലമാണ് കാടാമ്പുഴ. അർജുനൻ തന്റെ ശരങ്ങളാൽ പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാന് അർപ്പിച്ച ആ അർച്ചന തന്നെയാണ് ഇന്ന് പൂമൂടൽ ചടങ്ങായി ഇവിടെ നടക്കുന്നത്.
വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഒപ്പം തന്നെ നവരാത്രിക്കും പ്രധാന ഉത്സവമാണ്. ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് തന്നെ. ആദ്യത്തെ പൂമൂടൽ ചടങ്ങും അദ്ദേഹമാണ് നടത്തിയതെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ് ഋഗ്വേദ ലക്ഷാർച്ചന, വേദമന്ത്ര ജപം. കാടാമ്പുഴയിൽ സാക്ഷാൽ ആദിപരാശക്തി അദൃശ്യയായാണ് കുടികൊള്ളുന്നത്. ഇവിടെ വിഗ്രഹമോ മേൽക്കൂരയോ ഈ ക്ഷേത്രത്തിന് ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കോഴിക്കോട് നിന്നും 57 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും 68 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ദേശീയപാതയിൽ വെട്ടിച്ചിറയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമാണ് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലേക്ക് ഉള്ളത്. ട്രെയിനിൽ തിരുനാവായയിൽ ഇറങ്ങിയാൽ 14 കിലോമീറ്ററും തിരൂരിൽ ഇറങ്ങിയാൽ 16 കിലോമീറ്ററുമാണ് കാടാമ്പുഴയിലേക്കുള്ള ദൂരം. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ദേവി കുടികൊള്ളുന്നത് പടിഞ്ഞാറ് ദർശനത്തിൽ ആണെന്നുള്ളതാണ്. വളരെ അപൂർവമായിട്ടാണ് പടിഞ്ഞാറോട്ട് ദേവീക്ഷേത്രങ്ങളുടെ ദർശനം കാണുന്നത് തന്നെ. കാടാമ്പുഴ ദേവിയുടെ തിരുനടയിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഗ്രഹ ശക്തിയാണ് നമ്മളിലേക്ക് വന്നെത്തുന്നത്. അമ്മയുടെ ഐശ്വര്യം നമ്മുടെ സകല ദുഃഖങ്ങളും മാറ്റിക്കളയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ശാന്തരൂപിണിയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ഉഗ്രരൂപിണിയായ സാക്ഷാൽ കാടാമ്പുഴ ദേവിയെ ശാന്തരൂപിണിയാക്കിയതും തന്ത്രമന്ത്രങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്.
ശ്രീ ഗണപതി, ശ്രീകൃഷ്ണൻ, ഭദ്രകാളി, ശ്രീ ധർമ്മശാസ്താവ്, നാഗരു ദൈവങ്ങൾ എന്നിവ ഉപദേവതകളായി കിഴക്കോട്ട് ദർശനത്തിൽ ഇവിടെ അനുഗ്രഹം ചൊരിയുന്നു. ആദിപരാശക്തിയുടെ ശക്തി ചൈതന്യങ്ങൾ ഈ നാട് മുഴുവനും പ്രകീർത്തിക്കുകയാണ്. അനുഗ്രഹം തുളുമ്പുന്ന ശാന്തരൂപിണിയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ഏത് കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ മുട്ടറുക്കുന്നത് അത് ഇവിടെ സാക്ഷാത്കരിക്കും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം. അങ്ങനെ ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് നാളികേരം കൊണ്ട് മുട്ടിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സവിധത്തിലെത്തി അമ്മയുടെ അനുഗ്രഹം നേടുവാൻ എല്ലാ ഭക്തജനങ്ങളും തയ്യാറാകും. കാടാമ്പുഴ ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ് മൂകാംബികയിലേക്ക്. അക്ഷരദേവതയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായാണ് ഞങ്ങളുടെ തുടർന്നുള്ള യാത്രകൾ. എല്ലാവരും കാടാമ്പുഴ ദേവിയെ കണ്ട അത്യുത്സാഹത്തിലാണ്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് ഭക്തജനങ്ങളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന ദേവതയാണ് കാടാമ്പുഴ ശ്രീ ഭഗവതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.